നമസ്കാരം. നേഷൻ പ്രസിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മളോടൊപ്പം ഉള്ളത് ഫിറോസ് അലി മുഹമ്മദ് ആണ്, സീനിയർ ജേർണലിസ്റ്റ്. ഫിറോസ് ഖാൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണോ അത് തന്നെയാണ്. വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച വിധിപ്പകർപ്പ് ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ കോടതിക്ക് സാധിച്ചിട്ടില്ല. പ്രോസിക്യൂഷന്റെ പൂർണ്ണമായ പരാജയം, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചൊരു പരാതിയിന്മേൽ ഇരയാക്കപ്പെടുകയായിരുന്നു രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്തിക്കൂടെ? രോഹിത്, കൃത്യമായിട്ടും പ്രതിഭാഗത്തിന്റെ അങ്ങനെ ഒരു വാദം കോടതി അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഈ 12 പേജുള്ള വിധിപ്പകർപ്പ്, മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ വിധിപ്പകർപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് കോടതി പറയുന്ന കാര്യം, ഇതിലാകെ പരിഗണിച്ചിട്ടുള്ള പരിഗണനാ വിഷയം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് അല്ലെങ്കിൽ ഈ ആരോപണ വിധേയന് മുൻകൂർ ജാമ്യം നൽകാമോ എന്നുള്ള പോയിന്റ് മാത്രമാണ് കോടതി പരിഗണിച്ചിട്ടുള്ളത്. ആ പരിഗണനയിൽ വന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് കോടതിക്ക് മുമ്പിൽ വന്നത്, ഇതിന് പ്രൈമ ഫേസ്, പ്രഥമ ദൃഷ്ടിയ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് തെളിവില്ല, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടന്നതിന് തെളിവില്ല എന്നുള്ളതും ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പരാതിക്കാരിയുടെ മൊഴിയായി രേഖപ്പെടുത്തി കൊണ്ടുവന്ന ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ആ മൊഴിയും, അതുപോലെ തന്നെ നേരത്തെ KPCC പ്രസിഡന്റിനും മാധ്യമങ്ങൾക്കും ഒക്കെ പെൺകുട്ടി അയച്ചു എന്ന് പറയുന്ന പരാതിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഈ കേസിൽ പരാതി നൽകാനിടയായ കാലതാമസം മൂന്നാമത്തെ കാര്യമായിട്ട് കോടതി പരിഗണിക്കുന്നു. അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം എന്നുള്ള സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും കാലതാമസം ഉണ്ടായി എന്നുള്ള വാദം, പ്രതിഭാഗത്തിന്റെ വാദവും തള്ളിക്കളയുന്നില്ല. നാലാമത്തേത്, ഇതിൽ പരാതി നൽകിയ രീതി വിചിത്രമാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദമാണ് കോടതി അംഗീകരിച്ചത്. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായി പരാതി അയക്കാമായിരുന്നിട്ടും പെൺകുട്ടി KPCC പ്രസിഡന്റിന്റെ മെയിൽ ഐഡിയിലേക്കും അതുപോലെ മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളുടെയും മെയിൽ ഐഡിയിലേക്കാണ് ഇമെയിൽ ആയിട്ട് ഈ പരാതി അയച്ചത്. ആ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ, തന്റെ ഒരു അനുഭവത്തിന്റെയും പുറത്തു വന്നിരിക്കുന്ന പീഡന കേസിന്റെയും ആദ്യത്തെ കേസിന്റെയും പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ അവരൊക്കെ ഉൾപ്പെടുന്ന അവരൊക്കെ സഹകരിക്കുന്ന മേഖലകളിലേക്ക്, അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കരുത് എന്നത് മാത്രമായിരുന്നു KPCC പ്രസിഡന്റ് അയച്ച പരാതി. അപ്പൊ ആ പരാതിയിൽ തന്നെ ഈ ക്രൈംബ്രാഞ്ചിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ ഇത് മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികളാണ് എന്നുള്ളത് കോടതി പരിഗണിക്കുന്നു. അതുപോലെ പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതില് ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം 2023 ബലാത്സംഗം നടന്നിട്ട് പിന്നെ രാഹുൽ ആ വഴിക്ക് പോയില്ലെന്നാണല്ലോ, തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നാണ്. പക്ഷെ 2025 വരെയും ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നതടക്കം പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും കോടതി അംഗീകരിക്കുന്നു. പ്രോസിക്യൂഷൻ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ സത്യത്തിൽ ഈ ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷൻ, മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിപ്പകർപ്പും രണ്ടാമത്തെ ഈ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പിലും തന്നെ പല കേസുകളും, സമാനമായ പല കേസുകളും സുപ്രീം കോടതി വിധികളും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ബാലൻസിങ്, ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ജില്ലാ കോടതി പറഞ്ഞത് ഒരു ബാലൻസിങ്, ഇക്കാര്യത്തിൽ ഈ വിധിപ്പകർപ്പുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ബാലൻസിങ് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുൻകൂർ ജാമ്യം തള്ളുമ്പോൾ തന്നെ കോടതി പറഞ്ഞു, അതായത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റാരോപിതനായ വ്യക്തി പോലീസിന്റെ കസ്റ്റഡിയിലായി പീഡിപ്പിക്കപ്പെടുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഗൗരവതരമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ആ കേസിൽ ജാമ്യം നിഷേധിച്ചതെങ്കിൽ ആ ഗ്രൗണ്ടും കൂടി വെച്ചുകൊണ്ട് ഇപ്പൊ പ്രോസിക്യൂഷൻ പറയുന്ന പ്രകാരം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ഇദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യേണ്ട അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോയാൽ ഒരു ജനപ്രതിനിധി MLA കൂടിയായ ഒരാൾ അദ്ദേഹത്തിന് മാനസികമായും മറ്റുമൊക്കെയുള്ള പീഡനങ്ങൾ അദ്ദേഹം അനുഭവിക്കും, അങ്ങനെയുള്ള കഷ്ടനഷ്ടങ്ങളിലേക്കും മാനനഷ്ടങ്ങളിലേക്കും അദ്ദേഹം പോകും എന്ന പോയിന്റ് പ്രധാനമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാമ്യം നൽകുന്നു എന്നുള്ളതാണ്. രണ്ടും എനിക്ക് തോന്നുന്നു മാതൃകാപരമായി നമുക്ക് വായിച്ചു പഠിച്ച ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന വിധിപ്പകർപ്പുകൾ തന്നെയാണ്. അതിൽ തന്നെ ഈ ഗുർമീത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, 2 വിധിന്യായങ്ങളിലും നമ്മൾ അങ്ങനെയുള്ള ചില അപ്പെക്സ് കോർട്ട് വിധി ന്യായങ്ങളൊക്കെ കാണുന്നു. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടാണ് ചില ഉപാധികളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ലോവർ കോടതി എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടി വരിക. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം കിട്ടുന്നതിലൊന്നും വലിയ അത്ഭുതമൊന്നും ചിലപ്പോൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അനുകൂല വിധി ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു കേസിൽ ഈ പറയപ്പെടുന്ന വളരെ ഗൗരവതരമായ ഒരു
ക്രൈം നടന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദമൊക്കെ നിലനിൽക്കുമ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകും. അതില് ഈ പരാതി നൽകിയ രീതി ഏറ്റവും പ്രധാനമായിട്ട് കോടതിയുടെ പരിഗണനയിൽ വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ കേസിലാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊണ്ട് പരാതി കൊടുത്തൊരു സാഹചര്യങ്ങളും ഉണ്ട്. ഇതെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് മെയിൽ ചെയ്യുന്നു, മാധ്യമങ്ങൾക്ക് മെയിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് KPCC പ്രസിഡന്റ് ഈ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു, DGP ADGPക്ക് അയക്കുന്നു, ADGP ക്രൈംബ്രാഞ്ചിന് അയക്കുന്നു, അവര് നേരിട്ട് തന്നെ അന്വേഷണം ഏറ്റെടുക്കുന്നു. അങ്ങനെ AIG പൂങ്കുഴലി അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ മേധാവിത്വം അവരുടെ ചുമതലയിലേക്ക് വരുന്നു. അവര് പോയിട്ട് ഈ പരാതിക്കാരിയെ കണ്ടുപിടിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മൊഴിയൊക്കെയാണ്. അപ്പൊ അത് നേരാമണ്ണം ഒരു റൂട്ടിലല്ല. അപ്പൊ ഒരു വേണമെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഏതെങ്കിലും ഒരു SHOയ്ക്ക് ഒരു ഇമെയിലായി ഒരു പരാതി പെൺകുട്ടി അയച്ചിരുന്നു എങ്കിൽ പോലും ചിലപ്പോൾ കുറച്ചുകൂടെ പ്രോപ്പർ വെയിലാണ് ഈ പരാതി വന്നത് എന്ന് കോടതി പരിഗണിച്ചേനെ എന്ന് കൂടി നമ്മൾ കാണുന്നു. രോഹിത്തിന് എന്താ തോന്നുന്നത്? പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ രാഹുല് ഈ പെൺകുട്ടിയുമായി 2025 ഒരു പരിചയം ഉണ്ടായിരുന്നു എന്ന് കോടതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് കോടതിയിൽ സമ്മതിക്കുക കൂടിയാണ്. അപ്പോ ഇത് രണ്ടു തരത്തിലാണ്. ഒന്ന്, രാഹുലിനെ കൊടുക്കുന്നതിനൊപ്പം കോൺഗ്രസ് പാർട്ടിയെ കൂടി ഈ ഇലക്ഷൻ കാലത്തൊന്ന് പ്രതിസന്ധിയിലാക്കുക. അവരിതിന്മേൽ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അതിന്മേൽ ചർച്ചകൾ ഉണ്ടാക്കി, മാധ്യമ അജണ്ടകൾ ഉണ്ടാക്കി പാർട്ടിയുടെ ഇമേജ് കൂടി തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പരാതി ഇത്തരത്തിൽ കൊടുത്തതിന്മേൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എനിക്ക് ഉണ്ടാകുന്നത്, ഇന്ന് സണ്ണി ജോസഫ് ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പരാതിയിന്മേൽ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. സണ്ണി ജോസഫിനും നേതാക്കന്മാർക്കും ഒക്കെ ഇപ്പോഴാണോ നേരം വെളുത്തതെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. എടുത്തുചാട്ടമായി പോയോ രാഹുലിന്റെ പുറത്താക്കൽ? എടുത്തുചാട്ടമായി പോയോ? അതെ, രോഹിത് ചോദിച്ച കറക്റ്റ് ചോദ്യം, എടുത്തുചാട്ടമായി പോയോ എന്നുള്ളത്. അദ്ദേഹം ഉപയോഗിച്ച കൃത്യമായ വാക്ക് ലീഗൽ ബ്രെയിൻ എന്നാണ്. സണ്ണി ജോസഫ് ഉപയോഗിച്ച കൃത്യമായ വാക്ക് എനിക്ക് കിട്ടിയ പരാതിയിൽ പിന്നിൽ ഒരു ലീഗ് വായ്പ എനിക്ക് വ്യക്തമാണ്. ആ ലീഗൽ ബ്രെയിൻ 8-9 ദിവസം ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ 8 ദിവസം ഇദ്ദേഹത്തിന് വേണ്ടി വന്നു ഇതിലെ ലീഗൽ ബ്രെയിൻ മനസ്സിലാക്കാൻ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ കോടതിയുടെ വിധിയും വിധിപ്പകർപ്പും ഒക്കെ വരുന്നത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് MLA സണ്ണി ജോസഫ് ആകുന്നതിന് മുമ്പിട്ട് സണ്ണി വക്കീലായിരുന്നു എന്ന കാര്യം അദ്ദേഹം തന്നെ മറന്നു എന്ന് തോന്നുന്നു. കയ്യിലുള്ള ഡിഗ്രിയെ കുറിച്ച് അദ്ദേഹം തന്നെ മറന്നു. നോക്കൂ, എനിക്ക് വാട്സപ്പിൽ ഒരാൾ അയച്ചു തന്നതാണ്, ഒരാൾ അയച്ചു തന്നൊരു മെസ്സേജ് ഞാൻ വായിക്കാം. അതിജീവിതമാർക്ക് ആർക്കും കേരളത്തിൽ നീതി ലഭിക്കുന്നില്ല. പ്രോസിക്യൂഷനുകൾ ഒരേപോലെ പരാജയപ്പെടുന്നു. കോടതികളിൽ നീതി എടുത്ത് ദൂരത്തെറിയുന്നത് പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും പരാജയം കൊണ്ട് മാത്രമാണ്. നടിയെ ആക്രമിച്ച കേസ് ഹൈക്കോടതിയിലെത്തിയാലും ഇതുതന്നെയാകും വിധി. രാഹുലിനെതിരായ കേസ് ഹൈക്കോടതിയിലെത്തിയാലും ഇത് തന്നെ വിധി. അതിജീവിതമാർക്കൊപ്പം എന്ന സ്റ്റാറ്റസ് ഇടുന്നവർ വെറും പൊള്ളകളാണ്. നീട്ടി നിവർത്തിയുള്ള വർണ്ണനകളിൽ നിറഞ്ഞ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അതിജീവിതയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതെല്ലാം വരുത്തി വെച്ച അതിജീവിതമാരെ സമൂഹത്തിൽ കോമാളികളാക്കുന്ന സർക്കാരിനെതിരെ രണ്ടക്ഷരം പറയുവാൻ മടിയാണ്, പേടിയാണ്. സത്യത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണ് പ്രബലമായ കേസുകളിലെല്ലാം. മാത്രമല്ല രോഹിത്, ഇപ്പൊ അദ്ദേഹം പറയുന്ന കാര്യത്തിലും ഒരു വലിയ പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഇത്തരം കേസുകളിലൊക്കെ സർക്കാർ കൊടുക്കുന്ന വലിയ ഉറപ്പുണ്ട്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പം ഇത്തരം ഏത് കേസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂ, നിങ്ങൾക്കൊപ്പം സർക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും പല സംഭവം ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ദിലീപ് പ്രതിയാക്കപ്പെട്ട കേസ് തന്നെ നോക്കൂ. കഴിഞ്ഞ ദിവസമൊക്കെ വന്ന വാർത്തകൾ, അതിജീവിത എന്തുമാത്രം ഒരു ആരാണ്, എനിക്കൊന്ന് ഭാഗ്യലക്ഷ്മിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അതിജീവിത അന്ന് രാത്രിയിൽ ആ എറണാകുളം നഗരത്തിലൂടെ അന്ന് രാത്രിയിൽ ആ ഉണ്ടായ ഏറ്റവും ദാരുണമായ സംഭവത്തിന്റെ ആ സമയത്ത് അനുഭവിച്ചതിന്റെ 10 ഇരട്ടി അല്ലെങ്കിൽ എത്രയോ ഇരട്ടി പിന്നീട് ഈ വിചാരണാഘട്ടത്തിൽ കോടതിയിൽ പോയി എന്ന് അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിജീവിതമാർ ആ നിലയ്ക്ക് മാത്രമല്ല ലക്ഷങ്ങൾ അവർക്ക് ചെലവാക്കേണ്ടി വന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ പറയുമ്പോൾ എന്താണ്, അതിജീവിതമാരെ എല്ലാം സർക്കാർ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയും. പക്ഷെ പിന്നീട് ഇവരൊക്കെ ഈ നിയമ വഴികളിലൂടെ ഇവരൊക്കെ നേരിടുന്ന വലിയ തരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളടക്കം വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. കോടതിയിൽ പോയി നിന്ന ഇത്തരം കേസുകൾ തെളിയിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് പ്രതിഭാഗത്തിന്റെ ചോദ്യങ്ങൾ, പ്രതിഭാഗം തൊലിയൊരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അനുഭവസ്ഥരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കേസുകളിൽ ഈ പെൺകുട്ടികൾ പരാതിയുമായി അത് അങ്ങേയറ്റം വരെ പോയിട്ട് ഇതിന്റെ അവസാന ഫോറം വരെ പോയിട്ട് ഇത് തെളിയിച്ചെടുക്കുക കൂടി വേണമെങ്കിൽ പ്രതിക്ക് ഇപ്പോ ജില്ലാ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ നിന്ന് ഒരു എതിരായ വിധി ഉണ്ടായാൽ പ്രതിക്ക് അപ്പീൽ പോകാമല്ലോ. അപ്പൊ നിരവധിയായ ഇതിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രോഹിതിന് കിട്ടിയ ആ ഒരു വാട്സാപ്പ് മെസ്സേജിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഒരു കോടതിയെ സംബന്ധിച്ച് കോടതി ഇപ്പോ ഇത്തരം ഏതെങ്കിലും ഇമോഷൻ കോടതിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ.
കോടതിക്ക് ഇപ്പൊ നമ്മുടെ ഇമോഷനോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഇമോഷനോ അങ്ങനെ ഒന്നും അല്ലല്ലോ. കോടതിക്ക് ഇതിൽ കൃത്യമായിട്ട് ഈ വകുപ്പുകൾ പ്രകാരം ഈ തെളിവുകൾ, അത് സാഹചര്യ തെളിവുകളാകട്ടെ, അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലെങ്കിൽ വേറെ സയന്റിഫിക് ആയ എവിഡൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രകാരം ഈ ചെല്ലുന്ന ആൾക്കാരെ എല്ലാം സ്ത്രീ പീഡകന്മാരായിട്ട് ഇവിടെ സർക്കാർ പറയുന്നത് പോലെ പിടിച്ച് ജയിലിലിടാനല്ല കോടതി ഇവിടെ ഇരിക്കുന്നത്. സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ അവരെ ഈ പറഞ്ഞു വിടാനാണ്, മീൻസ് ശിക്ഷ കൊടുക്കാതെ വിടാനാണ്. ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ ആണ്. ജാമ്യം പക്ഷേ കൊടുക്കുക ഈ എന്നുള്ളതാണ് നിയമം, ജനങ്ങളെ എക്സെപ്ഷൻ ഇത്ര ആണ് ജയിൽ. ജനങ്ങളെ ഇങ്ങനെ ഇമോഷണലി ഇളക്കി വിടുന്നത് നമ്മൾ മാധ്യമങ്ങളാണ്, മാധ്യമ പ്രവർത്തകരാണ്, മറക്കാതിരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പായിട്ടുണ്ടായ പ്രബലമായി ഇതിനേക്കാൾ ദാരുണമായ കേസുകൾ, ദാരുണത്തിന്റെയോ സങ്കടത്തിന്റെയോ പീഡനത്തിന്റെയോ ഒന്നും അളവ് കോലെടുക്കുന്ന മിഷൻ നമ്മുടെ കയ്യിലില്ല. അത് ഉള്ളത് മറ്റു ചിലരുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലില്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അന്നൊക്കെ പത്രങ്ങൾ മാത്രമായിരുന്ന, ദൂരദർശൻ മാത്രമായിരുന്ന കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന ഇരകൾക്ക് ഇത്രത്തോളം മാനസിക വ്യഥ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ തന്നെ ആദ്യത്തെ പെൺകുട്ടി അതിജീവിത മാധ്യമ പ്രവർത്തക, ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെയാണ് ഈ വാട്സപ്പ് സ്റ്റാറ്റസുകളും ഈ പറയപ്പെടുന്ന വോയിസ് ക്ലിപ്പുകളും ആദ്യവും രണ്ടാമതും ഒക്കെ പുറത്തുവിട്ടതെന്ന് ആ പെൺകുട്ടിയുടെ പരാതിയിന്മേൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പൊ ആ പെൺകുട്ടി അത്രയും കാലം അനുഭവിച്ചൊരു വ്യഥയുണ്ട്. സഹപ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ, ആ കുട്ടി, ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചാനലിൽ അവതാരകയാണെന്നാണ്, ആ കുട്ടി ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് മേക്കപ്പ് ചെയ്യാൻ ഇരിക്കുമ്പോൾ അവിടെയുള്ള സഹപ്രവർത്തകരടക്കം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്, വിഷമമുണ്ട്. സ്നേഹിച്ചതാണ്, സ്നേഹം പകർന്നു നൽകിയതാണ്, പിന്നീട് ചതിക്കപ്പെട്ടതാണ്. പക്ഷേ ഇവരെയൊക്കെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് ഈ മാധ്യമങ്ങൾ തന്നെയല്ലേ? അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്ന, സ്റ്റോറി ചെയ്യുന്ന, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരൊക്കെ ആ പിന്നീട് ആ ഡ്രോൺ പറത്തിയാൻ കൊണ്ടുവന്ന വണ്ടിയുടെ എണ്ണ അടിച്ച പൈസ പോലും മുതലായില്ലെന്നാകട്ടെ. കാര്യം അവർ പ്രതീക്ഷിച്ചതവർക്ക് കിട്ടിയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവസാനം കണ്ട കാഴ്ച എന്താ? ഒരു കുറ്റാരോപിതൻ ഫൈനൽ വിധി കേൾക്കാൻ കോടതിയിലേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ അടുക്കളയിലും ബാത്റൂമിലും വരെ ഡ്രോൺ ക്യാമറ പറത്തി കയറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടവൾ, ഞാൻ അവളെ കണ്ടു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ശബ്ദത്തിന്റെ മോഡുലേഷൻ പോലും മാറ്റാതെ ആ ദൃശ്യങ്ങൾ, ആ വീഡിയോകൾ, ആ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ചാനൽ യുദ്ധമാണ്. ഈ ചാനൽ അങ്കത്തട്ടിലേക്ക് പുതിയൊരു യോദ്ധാവ് കൂടി വരുന്നു, ബിഗ് ന്യൂസ് എന്ന പേരിൽ. എന്താകും എന്നറിയില്ല. ഇന്ന് കേരളത്തിലെ പ്രമുഖന്മാരായ പല മാധ്യമ പ്രവർത്തകരും രാജിവെച്ചിരിക്കുന്നു. പുതിയ മാധ്യമത്തിലേക്ക് നാളെ മുതൽ ചേക്കേറാൻ പോവുകയാണ്, അടുത്ത ദിവസങ്ങളിൽ ചേക്കേറാൻ പോവുകയാണ്. ഇനി ഈ ചാനൽ യുദ്ധത്തിൽ നമ്മൾ ഒരാളെയും കൂടി ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിജീവിതമാരെ വേട്ടയാടുന്നത് ഈ വേട്ടക്കാരേക്കാൾ വലിയ വേട്ടക്കാരായി മാധ്യമങ്ങൾ മാറുന്നുണ്ട്. സ്വയം വിമർശനമാണ് കേട്ടോ. തീർച്ചയായിട്ടും രോഹിത്, അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ രോഹിത് ഇത് പറഞ്ഞപ്പോ, ഇപ്പൊ ദിലീപിന്റെ കേസാണല്ലോ പറഞ്ഞ, ഈ അടുക്കളയിലേക്ക് ഡ്രോൺ ഓടിച്ചു കയറ്റുന്ന ഒരു കാര്യം. ഇതിന്റെ തുടക്കത്തിൽ, അതായത് ഈ കേസ് ഉണ്ടാകുന്ന 7-8 വർഷം മുമ്പ് ദിലീപ് അറസ്റ്റ് ചെയ്ത്, ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് ചുരുക്കി അതൊന്ന് പറയാം. ഇത് സാന്ദർഭികമായിട്ട് അത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ഈ 8 വർഷം മുമ്പ് ദിലീപിനെ റിമാൻഡ് ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം കേരളത്തിലെ, മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ചാനൽ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ 2-3 വരികൾ ഞാൻ പറയാം. ജയിൽ വസ്ത്രം ധരിച്ച ദിലീപ്, ജയിൽ അധികൃതർ ദിലീപിന് ജയിൽ വസ്ത്രം കൊടുത്തു. ജയിൽ വസ്ത്രം ധരിച്ച ദിലീപ് മറ്റ് തടവുകാർക്കൊപ്പം അവിടെയുള്ള മറ്റ് ജോലികളൊക്കെ, ജയിലിലുള്ള മറ്റ് ജോലികൾ മറ്റ് തടവുകാർക്കൊപ്പം ചെയ്ത ശേഷം വൈകിട്ടോടെ സെല്ലിലേക്ക് മടങ്ങിയത്. എന്തൊരു വിവരക്കേടാണ്! ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. റിമാൻഡ് പ്രതി മാത്രമായ പിന്നെ നമ്മുടെ ദിലീപിന് ജയിൽ വസ്ത്രം കൊടുത്തുവെന്നും അദ്ദേഹം ജയിലിൽ പണിയെടുത്തുവെന്നും. ഇവരൊക്കെ ആകെ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ സിനിമയിൽ കാണുന്ന പ്രകാരം ഒരാൾ ജയിലിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ അവർക്ക് മറ്റേ വെള്ളയും നമ്പർ ഇട്ട സാധനം കൊടുക്കുന്നു, അവർക്ക് മറ്റേ പൂന്തോട്ടം നനയ്ക്കാനും തൂമ്പ എടുത്ത് കൊടുക്കുന്നു. ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന മലയാളത്തിലെ ഒരു മുഖ്യധാര ഓൺലൈൻ ചാനലിന്റെ കാര്യം, ഓൺലൈൻ പ്രിന്റ് എഡിഷനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇത്തരത്തിൽ, ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി സെൻസേഷൻ. ഇപ്പൊ നമ്മൾ പുതിയ ചാനലുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സെൻസേഷനും അറിവില്ലായ്മയും എല്ലാം ഇതിനകത്ത്, ഇതെല്ലാം കൂടെ ഈ കൂട്ടിക്കലർത്തിയാണ് ഇപ്പോഴത്തെ ഒരു ജേർണലിസം പരിപാടി എന്ന് പറയുന്നത്. ഞാൻ ഈ സൂമിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കൊച്ചിയിലെ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തക അടുത്തിടെ വളരെ വിവാദമായ ഒരു കേസിലെ പ്രതി പുറത്തിറങ്ങിയ ശേഷം ഇന്നു മുതൽ അവരുടെ ജയിൽ അനുഭവ കഥകൾ ഡയറിക്കുറിപ്പായി എഴുതുന്നുണ്ട്. അതിൽ ഞാൻ വായിച്ചു പോയതേ ഉള്ളൂ. 90 ദിവസമായ ജയിലിലെത്തി, 90 ദിവസമായ ഒരു പെൺകുട്ടി, അവർക്ക് ആഹാരം വിളമ്പി കൊടുത്തു. ആ പെൺകുട്ടിയെ ട്രാക്ക് സൂട്ടും ടീഷർട്ടുമായിരുന്നു ധരിച്ചത്. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ, ഈ 90 ദിവസമായാലും ജയിൽ വസ്ത്രത്തിലല്ല, 90 ദിവസമായാലും ജയിൽ വസ്ത്രത്തിലേക്ക് മാറേണ്ടതില്ലേ എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. കാക്കനാട് ജില്ല അനുഭവങ്ങൾ എഴുതുകയായിരുന്നു. എനിക്ക് തോന്നുന്നു 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ
പിന്നീട് ഈ വിചാരണ കഴിഞ്ഞിട്ട് ആളിന് ഇറങ്ങാൻ പറ്റും. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ശേഷം ചിലപ്പോ ഈ ജയിൽ വസ്ത്രത്തിലേക്ക് എനിക്കൊന്ന് വിചാരണ കഴിഞ്ഞ് ശിക്ഷ അതിന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല. അതായത് റിമാൻഡ് കാല സമയത്തൊന്നും ഈ പറയപ്പെടുന്ന നമ്മൾ കൊണ്ടുപോകുന്ന വസ്ത്രം നമുക്ക് കൂടെ ആരെങ്കിലും തരുന്ന വസ്ത്രം തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രതികൾക്ക് ധരിക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് വന്നാൽ ഈ മാധ്യമങ്ങളുടെ ഈ കഴുത്തറപ്പൻ മത്സരം ഇത് വല്ലാത്ത തരത്തിലേക്ക് കഴുത്തറപ്പൻ മത്സരം പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ കേസിലാകട്ടെ, ഇപ്പൊ രണ്ടാമത്തെ കേസിൽ തന്നെ മാധ്യമങ്ങളുടെ ഇപ്പൊ നിരന്തരമായിട്ടുള്ള ഈ സമ്മർദ്ദം കൂടി സർക്കാരിനെ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് വലിയ തലവേദനയാകുന്നുണ്ട്. സർക്കാർ നോക്കുമ്പോൾ സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള നിലയിലാണല്ലോ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ KPCC പ്രസിഡന്റിന് പരാതി വരുന്നു, അദ്ദേഹം അതുപോലെ മാധ്യമങ്ങൾക്ക് പരാതി വരുന്നു മെയിലില്. അപ്പൊ ഇവരതെല്ലാം എടുത്ത് ഇങ്ങനെ ആഘോഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതി. അപ്പൊ സർക്കാർ പ്രതിസന്ധിയിലാകുന്നുണ്ട്. സ്സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക? അവരുടെ ഇപ്പൊ പോലീസ് സംഘത്തോട് നിർദ്ദേശിക്കുകയാണ്. ഇപ്പൊ MLA-ക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു, നമ്മുടെ രാഷ്ട്രീയ എതിരാളിയാണ്, തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായിട്ടും അവർക്കത് അത്തരം പരാതികൾ ഗൗരവമായി അന്വേഷിക്കാൻ തന്നെ അന്വേഷണ സംഘത്തോട് പറയുന്നു. അവരീ കിടന്ന് ഓടുകയാണ്. അവര് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ തന്നെ കഴിഞ്ഞ 10 ദിവസത്തിൽ കൂടുതൽ 12 ദിവസത്തോളം കടന്നു ഓടി കർണാടകയിലെല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വന്നു. പിടിക്കാനും പറ്റിയില്ല. അപ്പൊ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെയൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ സമ്മർദ്ദത്തിന്റെ ഒക്കെ ഇടയിൽ എവരും വല്ലാത്ത തരത്തിലൂടെ ആണ് അവരുടെ ജീവിതവും കടന്നു പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഇതിനെല്ലാം ഇടയ്ക്ക് ഈ കാഴ്ചക്കാരൻ അതിലും വലിയ സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കാഴ്ചക്കാരൻ സാധാരണ മനുഷ്യർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എന്തായാലും നാളത്തോടുകൂടി ഈ കഥ താൽക്കാലികമായി വിരാമമാവുകയാണ്. ദിലീപിന്റെ കഥ 12-ാം തീയതി ഫൈനൽ വിധിപ്പകർപ്പ് കിട്ടിയതിനു ശേഷം ദിലീപ് ആരംഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 13-ാം തീയതി മുതൽ ദിലീപിന്റെ പുതിയ കഥകൾ ആരംഭിച്ചു തുടങ്ങും. ദിലീപിന് പ്രതികരിക്കണമല്ലോ, അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. 13-ാം തീയതി മുതൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങും. എന്തായാലും നാളെ വൈകുന്നേരം 5 മണിക്ക് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തും എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നാളെ വൈകുന്നേരം 5 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുന്നു. അതെ, അതേസമയം ഹൈക്കോടതിയിലേക്ക് അവര് പ്രോസിക്യൂഷൻ ഇതിന് അപ്പീലുമായിട്ടും പോകുന്നുണ്ട്. അതാണ് വേറൊരു തമാശ. ഇപ്പം ഈ ജില്ലാ കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം, സാധാരണ ജില്ലാ കോടതി തള്ളും ഹൈക്കോടതി അനുവദിക്കും, അങ്ങനെയാണ്. ഇപ്പൊ ജില്ലാ കോടതി തള്ളിയതിന് അപ്പീലുമായിട്ട് ജില്ലാ കോടതി അനുവദിച്ചതിന് അപ്പീലുമായിട്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അപ്പൊ അതും അടുത്ത ദിവസങ്ങളിലൊക്കെ അന്നും വേണമെങ്കിൽ പറയും